നമ്മളിൽ ഒരുപാട് പേർക്ക് വയറ് സംബന്ധിച്ച പ്രശ്നങ്ങളുണ്ട്. വയറെന്ന് പറയുമ്പം അജീർണ കോളാറ്, കഴിക്കുന്ന ഒന്നും ദഹിക്കുന്നില്ല, വിശപ്പില്ല, അൾസർ, അസിഡിറ്റി, ഗ്യാസ് പ്രോബ്ലം, ഉരുളക്കിഴങ്ങ് കഴിക്കാൻ ഒക്കത്തില്ല, ഗ്രീൻ പീസ് കഴിക്കാൻ ഒക്കത്തില്ല, ശകലം കഴിക്കുമ്പോഴേ അവിടെ ഗ്യാസ്, ഇങ്ങനെയൊക്കെ ഉള്ള പ്രോബ്ലങ്ങൾ. പിന്നെ ലിവറിലുള്ള പ്രോബ്ലം, ഈ ഫാറ്റി ലിവർ അങ്ങനെയൊക്കെ ഉള്ളത്. പിന്നെ ഗാൾ ബ്ലാഡർ, ഈ പിത്തപ്പൈ ിലുള്ള സ്റ്റോൺസ് അങ്ങനെയൊക്കെ ഉള്ളത്. പാൻക്രിയാസിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. എന്താ വെച്ചാൽ അതാണ് ഈ ഡയബറ്റീസിന് കാരണമായിട്ടുള്ളത്. ഈ ഷുഗർ എന്ന് പറയുന്നത് ലോ ഷുഗർ, ഹൈ ഷുഗർ, ഹൈപ്പോഗ്ലൈസീമിയ, ഹൈപ്പർഗ്ലൈസീമിയ. പിന്നെ വയറിനെ ചുറ്റി ചിലർക്ക് ഫാറ്റ് ഡെപ്പോസിറ്റ് ആകും. കൈയും കാലും ഒക്കെ നോർമലായിട്ടിരിക്കും, പക്ഷേ വയറ് മാത്രം ഇങ്ങനെ കുളവയറിൻ്റെ കൂട്ട് ഇങ്ങനെ പൊന്തിയിരിക്കും. പിന്നെ ദേഹ നൊമ്പലം, മസിൽസിലൊക്കെ ഒരു വേദന, എപ്പോൾ നോക്കിയാലും ടയേർഡായിട്ടിരിക്കും, ക്ഷീണം. ഏത് ചെയ്യാൻ തോന്നിയാലും അവർക്ക് പറ്റുന്നില്ല എന്ന് വെച്ചാൽ ക്ഷീണം. കുറച്ച് ജോലി ചെയ്യുമ്പോഴത്തേക്ക് കിടക്കണം പോലെ ഇരിക്കുന്നു. ഇതൊക്കെ ദേഹരീതിയായിട്ടുള്ള പ്രശ്നങ്ങൾ. അതേപോലെ മനസ്സിൻ്റെ ലെവലിൽ നോക്കുമ്പം അവർക്ക് പല പ്ലാൻസുകൾ കാണും. ഇതൊക്കെ ചെയ്യണം, ഇന്ന് എണ്ണിച്ചാൽ അത് ചെയ്യണം, ഇത് ചെയ്യണം എന്നൊക്കെ. പക്ഷേ ഒന്നും ചെയ്യാൻ തോന്നത്തില്ല. മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ധൈര്യമില്ല, ഒരു കമ്മിറ്റ്മെൻ്റ് ഇല്ല, ഒരു സെൽഫായിട്ടുള്ള ഒരു കോൺഫിഡൻസ്, ഒരു ധൈര്യം, എനിക്കിത് ചെയ്യാൻ പറ്റും എന്നുള്ള ധൈര്യം, അതൊക്കെ കുറഞ്ഞിരിക്കും. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പണം സംബന്ധിച്ച കാര്യങ്ങൾ. അതായത് ചിലർക്കൊക്കെ നല്ല രീതിയിൽ ബിസിനസ് ഫാമിലി ലെവലിൽ കാണും, അതിലവർ പാർട്ട്ണറായിട്ട് ചേരും. അപ്പോൾ നല്ല സ്മൂത്തായിട്ടായിരിക്കും അവരുടെ ജീവിതം പോകുന്നത്. അവരുടെ അച്ഛനോ അപ്പൂപ്പനോ തുടങ്ങി വെച്ച ബിസിനസ്സായിരിക്കും. ഇവർക്ക് അതിനെ ഇങ്ങനെ നടത്തിക്കൊണ്ട് പോയാൽ മതി. ചിലർക്ക് അങ്ങനെയല്ല, കാശില്ലാതെ ഒന്നേ തൊട്ട് തുടങ്ങി, തൊഴിൽ തുടങ്ങി, അതിൽ കഷ്ടപ്പെട്ട് കുറച്ചൊക്കെ മുന്നോട്ട് വരാൻ നോക്കും, അതിൽ സക്സസ് ആകും. ചിലർക്ക് എന്ത് ചെയ്താലും സക്സസ് ആവത്തില്ല. അതായത് മണി മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നതൊക്കെ അവർക്ക് ഇല്ലവേ ഇല്ല. ഇപ്പോൾ ഈ 3 മെയിൻ പ്രശ്നങ്ങൾക്കും കാരണം അവരുടെ മണിപ്പൂര ചക്ര ശരിക്ക് പ്രവർത്തിക്കുന്നില്ല എന്നർത്ഥം. അപ്പോൾ എന്ത് ചെയ്യണം? ഈ പ്രശ്നങ്ങളൊക്കെ മാറ്റാൻ മെയിനായിട്ട് ഡയബറ്റീസ്, അൾസർ, അസിഡിറ്റി, കാശിൻ്റെ പ്രശ്നം, ഇതൊക്കെ മാറിക്കിട്ടണമെങ്കിൽ അവരുടെ മണിപ്പൂര ചക്രനെ ഹീൽ ചെയ്യണം. താഴത്തെ ലിങ്ക് ക്ലിക്ക് ചെയ്ത് എൻ്റെ മണിപ്പൂര ചക്രയെ കുറിച്ചുള്ള വീഡിയോ കാണുക. അടുത്ത മാസം തുടങ്ങാൻ പോകുന്ന ചക്ര ഹീലിംഗ് ക്ലാസ്സിനെ കുറിച്ച് ഇനിയുള്ള വീഡിയോസിലൊക്കെ ഞാൻ ഇടും. അപ്പോൾ ഇതൊക്കെ ശരിക്കും ഫോളോ ചെയ്താൽ മതി, എല്ലാ ഡീറ്റെയിൽസും കിട്ടും.